വേണ്ട വേണ്ട, കയ്യടിക്കണ്ട. ഇവന്മാര് പാസ്സായിട്ടില്ല. അതെ, ഇത് ഓട്ടപ്പന്തയമല്ല, കള്ളന്മാർക്കുള്ള ട്രെയിനിങ്ങാ. ഞാൻ നോക്ക്, 1/4 കിലോമീറ്റർ ഓടാൻ 1 മിനിറ്റും 17 സെക്കൻഡും. അതെങ്ങനെ ശരിയാവും? ഇത് നടക്കൂലട്ടാ. എങ്ങനെ നടക്കാനാണ്? ഇത് ജാമ്പോന്റെ കാലത്തെ വാച്ചാണ്. ഇത് കളഞ്ഞിട്ടേ പുതുതായിരത്തെ കട്ടെടുക്ക്. ഇട വാച്ചിന്റെ കാര്യമല്ല പറഞ്ഞു, നിങ്ങളുടെ ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു. എന്റെ പൊന്നാശാനെ. പൊന്നാശാനല്ല, ഇട മോത്ത് നോക്കി അങ്ങനെ വിളിയുടെ പേര് വിളി. എന്റെ സുന്ദരനാശാനെ. ട്രെയിനിങ് തുടങ്ങിയിട്ട് 1 മാസമായി. ഓടി 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 ചങ്ക് കലങ്ങി. എന്നും ഈ ഓട്ടം മാത്രം ഉള്ളൂ. ഒരു കള്ളന് വേണ്ട മിനിമം യോഗ്യത ശരം വിട്ടവരെ ഓടാനുള്ള കഴിവ. കിലോമീറ്ററിന് 4 മിനിറ്റ്. അതാ എന്നെ പോലെ ബെസ്റ്റ് കള്ളന്മാരുടെ ലക്ഷണം. അങ്ങനെ വരുമ്പോ 1 മിനിറ്റ് കൊണ്ട് ഈ ഓട്ടം തീരേണ്ടതാണ്. എന്റെ സ്ഥാനത്ത് പോലീസ് ചീപ്പായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നിങ്ങൾക്ക് അകത്താകുമായിരുന്നു. ഇത് സിറ്റിയാ. കള്ളന്മാരെക്കാൾ പെരുങ്കള്ളന്മാരാ ഇവിടെ പോലീസുകാര്. എന്റെ ആശാനെ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണി കിട്ടി മടുത്തട്ടാ ഇവിടെ ഒരു പണി തേടി വന്നത്. ഇത് ഇവിടെ ഒരു പണി എന്നാ കിട്ടുക? ദേ, പണി കിട്ടുന്ന പണി ഇവിടെ ഇല്ല. പണം കിട്ടുന്ന പണിയുള്ളൂ. അതിന് കുറച്ച് പണിയുണ്ട് മോനെ. പോക്കറ്റടി, പിടിച്ചുപറി, ബലാത്സംഗിക്കൽ, ഭവനവേതനം, തട്ടിക്കൊണ്ടുപോക്ക്, അതായത് കിഡ്നാപ്പിംഗ്. മിനിമം ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ഹലോ, ഹായ് ലക്കി. ഹലോ, ലക്കി കൂപ്പൺ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? കിച്ചു, കൃഷ്ണകുമാരൻ എന്ന് കിച്ചു. ലക്കി കൂപ്പൺ 5 കിലോ സ്വർണം. ഇയാൾക്ക് എന്താ വേണ്ടത്? ദാ, ഈ ചോദ്യം തന്നെയായിരുന്നു അന്നും. അന്ന് വേണ്ടിയിരുന്നത് ഈ ലക്കി കൂപ്പൺ. പക്ഷെ ഇന്ന് വേണ്ടത് ഫ്രണ്ട്ഷിപ്പ്. അല്ല, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓഫ്, അന്ന് എന്തായിരുന്നു ഒരു ഫോം, എന്തായിരുന്നു ഒരു സ്റ്റൈൽ. ആ വെള്ള കാറും കാണാനില്ല. സംതിങ് റോങ് സംവെയർ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. അന്ന് എന്തായിരുന്നു സ്റ്റൈല്, എന്തായിരുന്നു പുകില്? ആ പച്ച കാറും കാണാനില്ല. ആ, അത് ഞാൻ പറയാം. അതെന്റെ കമ്പനി കാറായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസ് ആയിരുന്നു. കമ്പനിയുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രസ്സുമായിരുന്നു. പക്ഷെ ലക്കി കൂപ്പൺ സ്വർണ്ണമല്ലേ, സ്വന്തമാക്കാതിരിക്കാൻ പറ്റുമോ? ഓക്കെ, there you are. Now it's your turn. താൻ പറ. എന്റേതും കമ്പനിക്കാരായിരുന്നു. കമ്പനി വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു. കമ്പനിക്ക് വേണ്ടിയുള്ള പർച്ചേസും ആയിരുന്നു. പോരെ? പോരാ. ഐ എം എ മോഡൽ. കമ്പനിയുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വന്നതായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ? ഹോസ്റ്റലിലേക്ക്. എവിടെയാ ഹോസ്റ്റൽ? ശല്യപ്പെടുത്താനാണോ? നെവർ. എന്റെ ബസ് വന്നു. പോട്ടെ, ബൈ. ബൈ. വൈറ്റില്ല ഇറങ്ങട്ടാ. ഹലോ. സാറിതെങ്ങോട്ടാ? ആനി ലഗൂൺ പാർക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഓ, ഞാനത് മറന്നു. മെനക്കേടായല്ലോ. ആനിയോട് അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. ഒരാളുടെ ജന്മോ പിടിവിട്ടാ വഴുതി പോകും. പക്ഷെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്നിലേക്ക് അതിനെക്കാട്ടി കുഴപ്പമാ. ദൈവമേ. സാറ് പേടിക്കണ്ട, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇയാളെന്തോ ചെയ്യാനാ? അതൊക്കെ എനിക്ക് വിട്ടുതരൂ സാർ. സാറിന്റെ ജോലി തിരക്ക് രഞ്ജു ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. അത് ഇത്തിരി കൂടെ പൊലിപ്പിച്ച് പറഞ്ഞ് ചേച്ചിയെ ഞാൻ മയപ്പെടുത്താം. ചേച്ചി മയപ്പെടും. പക്ഷെ വേറെ താപ്പാനല്ലേ എന്റെ അമ്മായിയപ്പൻ. കുഴിഞ്ഞ വിത്ത പോരെങ്കിൽ എന്റെ ഈ കസേര തട്ടിയെടുക്കാൻ ദിശ ആന്റിനെയും മിനിക്ക് നടക്കുകയല്ലേ ആ ബാലഗംഗാധരൻ. എന്റെ ചുറ്റിക്കളികളെല്ലാം അവൻ അമ്മായിയപ്പനെ അറിയിക്കുന്നുണ്ട്. സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ മാനേജ് ചെയ്യാം. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ എന്റെ വലം കൈയാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഇടം കൈയാണ്. പിന്നെ വലം കൈയിൽ എന്താ? അല്ല, ഈ രഞ്ജു ചേച്ചിയെ മയപ്പെടുത്താൻ അല്പം പണച്ചെലവുണ്ട്. കാശൊരു പ്രശ്നമല്ല. ദാ, എന്താന്ന് വെച്ചാ ചെയ്തു. എല്ലാം നിന്നെ വിശ്വസിച്ച ആനി ലഗൂൺ പാർക്കിൽ കാത്തിരിക്കുക. അവൾ അങ്ങ് വഴുതി പോവും. അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എന്റെ പങ്ക്. എന്ത് പങ്ക്? മുതലാളിയുടെ വ്യൂ പോയിന്റിൽ ചവിട്ടി കയറി നീ വെട്ടിച്ചെടുക്കുന്ന ഈ പണത്തിന്റെ പങ്ക്. ഇതേ വെട്ടിച്ചെടുത്തൊന്നുമല്ല, മനുസാറിന്റെ വൈഫിന് വിവാഹ സമ്മാനം വാങ്ങാനാ. മനുസാറിന്റെ വൈഫിന് നീ എന്തിന് വിവാഹ സമ്മാനം വാങ്ങണം? എടാ മോനെ, നിന്റെ തട്ടകം തന്നെയാണല്ലോ എന്റെയും. ലൈഫിൽ എനിക്ക് ഒറ്റ അംബീഷനുള്ളൂ, എന്നും നിന്റെ കിരുനക്കി പറ്റിയായി ജീവിക്കാം. മതി മതി, നിന്റെ പങ്ക്. എടാ ജീവ, നിനക്കൊരു കാര്യം കാണണം. വാ. ദാ കണ്ടോ, മനുസാർ എനിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന ഓഫീസിന്റെ മോഡൽ. ഫുൾ AC. ദാ ഇവിടെയാണ് എന്റെ മുറി. അപ്പൊ എന്റെ തൊട്ടടുത്ത് ചുറ്റും സുന്ദരികളായ കുറെ മോഡൽസ്. ഓ,
ഈശ്വര, കേട്ടപ്പോ തന്നെ കുളിര് വരുന്നു. ഇതൊന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ജീവിക്കാൻ. എനിക്ക് ബ്യൂട്ടിഫുൾ രഞ്ജു. താങ്ക് യു. ഹായ് തമ്പുരു. വിവാഹ വാർഷിക സമ്മാനം. Many, many happy returns of the day. എന്തിനാ കിച്ചു ഇതൊക്കെ? ഇതിന്റെയൊക്കെ വല്ല കാര്യം അയ്യോ, ഇതൊന്നും ഞങ്ങളുടെ വകയല്ല, മനുസാർ തന്നയച്ചാ. മനുവേട്ടനോ? ആ. എന്നിട്ട് മനുവേട്ടൻ എവിടെ? ചെയിൻ കൊടുക്കാൻ പോയി. അല്ല, ഈ ചെയിൻ വാങ്ങാൻ പോയി. ചെയിനോ? ആ, അതായത് ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോറിൻ കമ്പനി അവരുടെ ചെയിൻ ഓഫ് ഷോറൂംസ് ഇന്ത്യ തുടങ്ങാൻ പോവുക. അപ്പൊ അതിന്റെ പരസ്യത്തിന്റെ ഓർഡർ നമുക്ക് കിട്ടിയത്. അത് വാങ്ങാനാണ് മനുസാർ പോയത്. അല്ലേ ജീവ? സമയം എന്തായി? ഇപ്പൊ കൊടുത്തു കാണും. ഈ മനുവേട്ടൻ എന്ത് പണിയാ കാട്ടിയത്? അയ്യോ, തീർന്നിട്ടില്ല, ഇനിയുണ്ട് ജീവ. Yes. ഡിയർ രഞ്ജു. ഡിയറസ്റ്റ്. ആ, ഡിയറസ്റ്റ് രഞ്ജു. 7 സ്വരങ്ങളിൽ തീർത്ത സംഗീതം പോലെ സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടി 7 ജന്മവും ഒന്നായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം മനു. ഇത് മനുവേട്ടൻ എഴുതിയതാണ്. എവിടെ നിന്ന് കിച്ചു എഴുതിയത്? അയ്യോ, ഈ ജീവന്റെ ഒരു ജോക്കിങ്. മനുസാർ കവലകൾ എഴുതും. ജീനിയസ്. അതെ, മനുസാറിന്റെ കഴിവല്ല, ഈ സൗന്ദര്യം കണ്ട ആരും എഴുതി പോവും. പാവം മനുസാറ് ആകെ ഡെസ്പറേറ്റ് ആയിട്ടാ പോയത്. അതെന്താ? അത് അത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ, അതും ഭാര്യയോടൊപ്പം കഴിയേണ്ട ദിവസം. അത് മിസ്സായതിന്റെ വിഷമം ഇരിക്കും. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, കോടികളുടെ ഓർഡർ അല്ലേ. കേക്ക് കേക്ക്. നീ പറയാതെ ഞാൻ എങ്ങനെയാ കേക്ക്? അവൻ കേക്ക് മുറിക്കാൻ. അതിന് കേക്ക് എന്ന് പറഞ്ഞ പോലെ. പിന്നെ മൂക്കെന്നാ പറഞ്ഞത്? അതെ, നമുക്ക് മൂക്ക് മുറിക്കാം. അപ്പൊ അല്ല, കേക്ക് മുറിക്കാം. ഇതാ കത്തി, നൈഫ് മുറിച്ചോ. ശ്ശേ, മനുവേട്ടൻ ഇല്ലാതെ അതിനെന്തിനാ മനുസാറ് ഒരു കത്തി പോരെ? മനുസാർ ഇപ്പൊ എത്തും. ഇന്നത്തെ ഈവനിങ് ചേച്ചിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ പ്ലാനിങ് എന്ന് അറിയോ? ബീച്ചിൽ ഒരു 5 സ്റ്റാർ ഡിന്നർ, സെക്കൻഡ് ഷോ, പിന്നെ 3rd ഷോ. വലിയ സാർ എവിടെ? മോളില്. ദൈവമേ, അത് എപ്പോഴായിരുന്നു? മോൾ എന്ന് പറഞ്ഞ മോൾ തന്നെ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ വരാം, കേക്ക് മുറിക്കല്ലേ. അപ്പൊ ഓക്കെ സാർ, ഞാൻ പറഞ്ഞേക്കാം. മേനോ സാർ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ, ഇത് മനസ്സിലായില്ലേ? ബാലു എന്റെ അനിയന്റെ മോനാ. ഇത് മനസ്സിലായില്ലേ? എന്റെ വല്യച്ഛനാ. അതല്ലേ ഞാനും പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ. പക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ. വാ വാ വാ. അല്ല, അവനെവിടെ? വേന്ദ്രൻ, മാനവേന്ദ്രൻ. മനുസാർ അല്പം തിരക്കില്ല, ഒരു എമർജൻസി ഓ, മീറ്റിംഗ്. മനസാറിന്റെ എമർജൻസി ഒക്കെ എനിക്കറിയാം. ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് വല്യച്ച? സ്വന്തം വിവാഹത്തിന്റെ 1ാം വാർഷികോ? പാവ രഞ്ജു വെഡിങ് ആനിവേഴ്സറി കേക്ക് വാങ്ങി വെച്ച് മെഴുകുതിരിയും കൊളുത്തി കാത്തിരിക്കുക. ഈ മണക്കൂസ് പെണ്ണിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അയ്യോ, സാറുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. പനിനീർ പൂ പോലെ മൃദുലമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. ഇല്ല കിച്ചു? അതെ അതെ, രഞ്ജു ചേച്ചി കാത്തിരിക്കുമെന്നും ഇന്ന് ഒരു മീറ്റിംഗിനും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തിയില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ. അവിടെ ഇല്ലല്ലേ? ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു. അവിടെയും ഇല്ല. അപ്പൊ ക്ലബിൽ വിളിക്കായിരുന്നില്ലേ? വിളിച്ചില്ല. അവിടെയും ഇല്ല. ഞാൻ നേരിട്ട് പോയിരുന്നു. കുഴഞ്ഞു. അപ്പൊ അതെ കറക്റ്റ്. മനുസാർ അവിടെ കൊണ്ടെന്ന് ഞങ്ങളും പറഞ്ഞില്ലല്ലോ. ലഗൂൺ പാർക്ക് ഹോട്ടലിലെ മീറ്റിംഗ്. ലഗൂൺ പാർക്കിലാണോ മരിയ പാർക്കിലാണോ? ലഗൂൺ പാർക്ക്. ലഗൂൺ പാർക്കിൽ